കേരള സർവകലാശാലയിലെ അധികാരപ്പോര് അയവില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട വാർത്ത. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം തടയാൻ VC ഉത്തരവിട്ടിരിക്കുകയാണ്. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇത് സംബന്ധിച്ച് ഫൈനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിയമപ്രകാരമുള്ള ഉപജീവന ബത്ത അനുവദിക്കാമെന്നാണ് സർവകലാശാല ഫൈനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഈ മന്ത്രി R ബിന്ദുവിനെയും ഉൾപ്പെടെ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി, ഒരു മഞ്ഞുരുക്കം അവിടെ സൂചനകൾ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും വൈസ് ചാൻസലറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെയാണോ? അദ്ദേഹം ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ രജിസ്ട്രാർക്കെതിരെ? ബിനിൽ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ തുടരും, ഈ ഉത്തരവ് അംഗീകരിക്കാതെ യാതൊരു വിധത്തിലുള്ള സമവായത്തിനും തയ്യാറല്ല എന്നായിരുന്നു വ്യക്തമാക്കിയത്. പക്ഷേ അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ ശക്തമായി രജിസ്ട്രാറും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും നിലപാട് ഉറച്ചു നിന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും അവരും തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ ശമ്പളം തടയാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ജൂലൈ 2-നാണ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടത്. ആ ദിവസം മുതൽ ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ ശമ്പളം തടയാനാണ് ഇപ്പോൾ ഫൈനാൻസ് ഓഫീസർക്ക് VC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിയമപ്രകാരമുള്ള ഉപജീവന ഭത്ത നൽകാനും നിർദ്ദേശമുണ്ട്. പക്ഷേ എന്തായാലും ഈ വിവാദത്തിൽ, അല്ലെങ്കിൽ വൈസ് ചാൻസലറുടെ ഈ ഉത്തരവിൽ ഇതുവരെയും രജിസ്ട്രാറും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ ഉത്തരവിൽ, അല്ലെങ്കിൽ ഈ വിവാദത്തിൽ ഇനി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സർക്കാരും ശരി വ്യക്തമാണ് ഹാൻസ്.